ഹായ് ഇങ്ങോട്ട് നോക്കിയേ, ഇത് എന്നതാത് കണ്ടോ? ദേ കണ്ടോ, നമ്മുടെ കാന്താരി ഉണങ്ങിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് കാന്താരി എല്ലാം തീർന്നായിരുന്നു. ഇപ്പൊ കുറേ പേർക്ക് കൊടുക്കാനും ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലർ ചോദിച്ചായിരുന്നു കാന്താരി പൊടി അല്ലാതെ നമുക്ക് ഇങ്ങനെ കാന്താരി മുളകായിട്ട് തരാമോന്ന് ചോദിച്ചായിരുന്നു ഉണങ്ങിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന കേട്ടോ. ഇത് ഇനിയുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ദേ നമ്മുടെ നല്ല ഉണക്കക്കാന്താരി സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോകുന്നതാണ്. കുറേ പേർക്കുണ്ട് കേട്ടോ കൊടുക്കാൻ. അയ്യോ കുത്തല, കാന്താരിയുടെ കുത്തുന്ന സ്മെല്ല. അപ്പോൾ ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ എനിക്ക് എവിടത്തൊക്കെയോ സന്തോഷം ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് പറക്കിക്കൊണ്ട് വരുന്ന കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പൊടി വേണ്ട ഒരു പൊടി തന്നെ മേടിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് കൊണ്ടുപോയിട്ട് പൊടിക്കാന്ന് വിചാരിക്കരുത്, ഭയങ്കര റിസ്ക് ആണ്. അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പോൾ ഉണക്ക വേണ്ടവർക്ക് ഉണക്കയുണ്ട്, പൊടി വേണ്ടവർക്ക് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ദേ കാന്താരി ഞാൻ പൊടിച്ച് ഞാൻ കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി പേരുടെ പെൻഡിങ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇത് തുറന്ന് കാണിക്കാട്ടോ ഇത് എങ്ങനെ ഇരിക്കുമെന്ന്. നല്ല റിസ്ക് ആണ് ഇത് തുറന്ന് അങ്ങനെ ഇതാക്കുന്നതൊക്കെ, ഭയങ്കര റിസ്കി പരിപാടി കേട്ടോ. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തുറന്നേ ഉള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ കാന്താരിപ്പൊടി. അപ്പം നമ്മുടെ കാന്താരിപ്പൊടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ദേ ഉണക്ക കാന്താരി വേണ്ടവരുടെ ഉണക്ക കാന്താരി റെഡി ആയിട്ടുണ്ട്, കാന്താരിപ്പൊടി വേണ്ടവരുടെ കാന്താരിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളേ. അപ്പോൾ വേണ്ടവർ എന്നെ തന്നെ വിളിച്ചോത്. ബൈ.